ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യേശുവിൻ്റെ സ്വർഗാരോഹണം, പന്തക്കുസ്ത എന്നീ രണ്ട് വലിയ തിരുനാളുകൾക്കിടയിലുള്ള 10 ദിവസങ്ങളിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാനും കാത്തിരിക്കുവാനും നമ്മോട് തിരുസഭ ആവശ്യപ്പെടുകയാണ്. പന്തക്കുസ്തായിൽ തിരുസഭയുടെ സ്ഥാപനം വരെയുള്ള ദിവസങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയമാണ് ശിശു സമൂഹത്തിൻ്റെ ആ കൂട്ടായ്മയെ നയിക്കുന്നത് എന്ന ഏറ്റവും വലിയ പ്രത്യേകതയും ഈ ദിവസങ്ങളിൽ ഓർമ്മിക്കണം. പന്തക്കുസ്തായ്ക്ക് ശേഷം പരിശുദ്ധ അമ്മ വിശുദ്ധരുടെ മാധ്യസ്ഥ ശക്തിയുടെ കൂട്ടായ്മയിലെ ഒന്നാമത്തെ ആളായി എന്നും സഭാ മക്കൾക്ക് ഒപ്പമുണ്ട്. കാൽവരിയിൽ കുരിശിൻ ചുവട്ടിൽ വെച്ച് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ വലിയ സ്ഥാനത്തിൻ്റെ സ്ഥിരീകരണമാണ് പന്തക്കുസ്തായിൽ പരിശുദ്ധ മറിയത്തിന് ലഭിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരാൾക്ക് മാത്രമേ വിശ്വാസമൂഹത്തെ, ശിഷ്യരുടെ സമൂഹത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി ഒരുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ കൂടാതെ സഭയ്ക്ക് അടിസ്ഥാനവും നിലനിൽപ്പുമില്ല. തിരുസഭയിലെ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയോടൊപ്പമോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം വഴിയോ നടത്തുന്നത് അതുകൊണ്ടാണ്. പരിശുദ്ധ അമ്മയും സകല വിശുദ്ധരും നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബാധിക്കുവാൻ ഇടയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ചില അക്കത്തോലിക്ക സമൂഹങ്ങളും പ്രത്യേകിച്ച് പന്തക്കോസ് വിഭാഗങ്ങളും ചോദിക്കുന്നത് പൗലോസ്ലീഹ 1 തിമോത്തിയോസ് 2:5 പറയുന്ന വചനം ഉദ്ധരിച്ചുകൊണ്ടാണ്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. സ്വർഗാരോഹണം ചെയ്ത് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന പുത്രനായ യേശുവും മാധ്യസ്ഥ്യം വഹിക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ കർത്താവിൻ്റെ മാധ്യസ്ഥ്യം എന്താണ്? പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥ്യം എങ്ങനെയുള്ളതാണ്? ക്രിസ്തീയ അടിസ്ഥാന വിശ്വാസ പാരമ്പര്യത്തിൽ സംശയമുണ്ടാക്കുവാനായി ബോധപൂർവം ചില അക്രൈസ്തവ സമൂഹങ്ങളും ഇങ്ങനെ ചോദിക്കാറുണ്ട്. പിതാവായ ദൈവമുണ്ടെങ്കിൽ പുത്രൻ്റെ മാധ്യസ്ഥ്യം എന്തിനാണ്? നേരെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പോരെ? അതേസമയം നിരീശ്വര പ്രസ്ഥാനങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസം തന്നെ അർത്ഥശൂന്യമാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ ഇത്രമാത്രം സജീവമാവുകയും അവയൊക്കെ നമ്മെ സാരമായി ബാധിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് എല്ലാം കേൾക്കുകയും അറിയുകയും നമ്മുടെ വിശ്വാസ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുക എന്നത് വലിയ കാര്യമാണ്. ചിലപ്പോൾ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. നിരവധി വെല്ലുവിളികൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങളെ സ്വീകരിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ് വേണ്ടത്. അതായത് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, പുത്രനായ ദൈവം. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ യേശുവിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥരുണ്ട്. അതിൽ ഒന്നാമത്തെ ആൾ പരിശുദ്ധ കന്യകാമറിയം. എല്ലാ വിശുദ്ധരും എല്ലാ കാലത്തും ചെയ്യുന്നത് അത് മാത്രമാണ്. എന്നാൽ ദൈവം അത് അനുവദിക്കാൻ കാരണം എന്താണ്? ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൽ വളരെ സവിശേഷമായ മാധ്യസ്ഥ്യം വഹിച്ചവരുണ്ട്. ഒരു സ്ത്രീയിലൂടെയാണ് ദൈവം അവതരിച്ചത്. വിശ്വസ്തയോടെ, വിനയത്തോടെ കർത്താവിൻ്റെ കൂടെ ഈ ഭൂമിയിൽ ഉള്ള യേശുവിൻ്റെ പിറവിക്ക്, ദൈവത്തിൻ്റെ പിറവിക്ക് പുത്രനായ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥത വഹിച്ചതുകൊണ്ടാണ് നിത്യകാലത്തേക്ക് ആ സ്ഥാനം ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയത്. ആ സ്ഥാനമാണ് തിരുസഭ അംഗീകരിച്ച് ഉറപ്പിച്ച് ഏറ്റുപറയുകയും അത് വലിയ സാക്ഷ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അതുപോലെ എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ശിക്ഷാവിധിയില്ല എന്ന വചനം സ്വീകരിച്ച് വിശുദ്ധരായി ജീവിച്ച് മരിച്ചവർക്ക് യേശു നൽകുന്ന സ്ഥാനമാണ് ഈ മാധ്യസ്ഥ്യം. ജീവിച്ചിരിക്കുന്ന വിശുദ്ധരായ എല്ലാവർക്കും ഈ ശക്തിയുണ്ട് എന്നും നമ്മെ സഭ പഠിപ്പിക്കുന്നുണ്ട്. ഉദാശകളിലൂടെ നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉജ്ജ്വലിപ്പിക്കുവാനാണ് പരിശുദ്ധ അമ്മയ്ക്കും സകല വിശുദ്ധർക്കുമൊപ്പം നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നത്. ഉന്നതത്തിൽ നിന്നും ശക്തി ലഭിക്കുന്നത് വരെ നിങ്ങൾ ഇവിടെ തന്നെ വസിക്കുവിൻ, അതായത് ഇവിടെ തന്നെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുമെന്നാണ് യേശു നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്കും സുവിശേഷ പ്രഘോഷണങ്ങൾക്കും വലിയ ശക്തിയുണ്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് യേശു ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത്. പൗരോഹിത്യ പദവി ലഭിച്ചവർ മാത്രമല്ല, വിശ്വാസ തീക്ഷ്ണതയോടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച അൽമായ സമൂഹവും വചനം പ്രഘോഷിക്കുമ്പോൾ
പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതും മാനസാന്തരവും രോഗശാന്തിയും നവജീവിതവും അത്ഭുതങ്ങളും എല്ലാം സംഭവിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കർത്താവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് സ്വർഗത്തിൻ്റെ ദർശനം ലഭിച്ച ശിഷ്യന്മാർക്ക് ആ സൗഭാഗ്യം ലഭിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും ജീവിതവും കാത്തിരിപ്പുമല്ലാതെ മറ്റൊന്നും ഇനി വലിയ പ്രാധാന്യം അർഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന യേശു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെപ്പറ്റി അന്വേഷിക്കുമെന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നതും ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, മറിച്ച് ഉന്നതത്തിൽ ഉള്ളവയെ ശ്രദ്ധിക്കുവിൻ എന്ന് തൻ്റെ ലേഖനങ്ങളിൽ അദ്ദേഹം നിരന്തരം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതുകൊണ്ട് ലോകത്തിൽ തിന്മകൾ പെരുകുകയും മനുഷ്യർ ദൈവത്തെ മറന്നുകൊണ്ട് ദുഷ്പ്രവൃത്തികളിൽ മുഴുകുകയും മനുഷ്യർ തമ്മിൽ കലഹവും കലാപങ്ങളും യുദ്ധങ്ങളും നടക്കുകയും അനീതിയും അധർമ്മവും വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ഒറ്റയ്ക്ക് പ്രാർത്ഥനയിൽ ചിലവഴിച്ച ഏലിയ പ്രവാചകനെ കൂടി ഈ ദിവസങ്ങളിൽ നമ്മൾ ഓർമ്മിക്കണം. ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ എരിയുകയാണ്. അഗാധമായ വിശ്വാസത്തോടെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുക തന്നെ ചെയ്യും. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2:28-29 എത്രയും മുമ്പേ തന്നെ ഈ വാഗ്ദാനം കർത്താവ് നൽകിയിരിക്കുന്നു. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ദൈവം നൽകുന്ന ഏറ്റവും വലിയ ദാനം എന്താണ് എന്ന് യേശു തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രാവും പകലും തന്നെ വിളിച്ച് കരയുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ആദിമസഭയിൽ ഉണ്ടായതിൽ വലിയ ക്രൈസ്തവ പീഡനങ്ങളും അടിച്ചമർത്തലുകളും സഹനങ്ങളും പ്രതികൂലങ്ങളായ ചുറ്റുപാടുകളുമാണ് നമ്മെ ഇനി കാത്തിരിക്കുന്നത്. പല വാർത്തകളും പുറം ലോകം അറിയാതിരിക്കുകയോ അറിയാൻ വൈകുകയോ ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിലും അതിൻ്റെ സൂചനകളും ലക്ഷണങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാനും യേശുവിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് സഭയോടൊപ്പം ഉറച്ചിരിക്കുവാനും നമുക്ക് കഴിയണം. അതിനായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തി ലഭിക്കുക തന്നെ വേണം. യേശു മുൻകൂട്ടി പറഞ്ഞ അവസാന നാളുകളുടെ ലക്ഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. വിശുദ്ധരായി ജീവിച്ചിരിക്കുന്നവർക്ക് അത് കൃത്യമായി വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നിരന്തരം ജാഗ്രതയോടെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുവാനും യഥാർത്ഥ പ്രേക്ഷിതൻ്റെ കടമ തീക്ഷ്ണതയോടെ ചെയ്യുവാനും നമ്മെ സഭ ഓർമ്മിപ്പിച്ചു തരികയാണ്. ഉദ്ധിതനായ യേശു ശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും കർത്താവ് കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ യേശു ഇപ്പോൾ നമ്മോടെന്താണ് ആവശ്യപ്പെടുന്നത്? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പുലർത്തേണ്ട വിശ്വാസവും വിശ്വസ്തതയും സാക്ഷ്യവുമാണ്. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ട ആത്മീയത, അതാണ് പ്രധാനപ്പെട്ടത്. സഭ സ്വഭാവത്താലേ പ്രേക്ഷിതയാണ് എന്ന് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. വ്യക്തിപരമായി വളർത്തിയെടുത്ത് പരിശീലിച്ച് അതിൽ ഉറച്ചിരുന്നുകൊണ്ട് നൽകുന്ന സാക്ഷ്യമാണ് ഏറ്റവും വലുത്. അതാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. നമ്മുടെ യുവജന സമൂഹം ലോകമെമ്പാടും അനുഭവിക്കുന്ന വെല്ലുവിളികൾ, വിശ്വാസത്തിനെതിരായ പരീക്ഷണങ്ങൾ, പ്രണയക്കണികൾ, സാമൂഹിക തിന്മകൾ എന്നിങ്ങനെ എല്ലാ വിഷയങ്ങളെയും കുറിച്ചും ഇന്ന് അവരെ ബോധവൽക്കരിക്കുവാൻ സഭയ്ക്ക് കഴിയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശുവിൻ്റെ കൂടെ വസിക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുവാൻ സന്നദ്ധതയുള്ളവരും വിശുദ്ധമായി ജീവിക്കുന്നവരും ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടാറില്ല. അഥവാ അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായാൽ തന്നെ അത് ധൈര്യപൂർവ്വം സമൂഹത്തോട് വിളിച്ചു പറയുകയും ചെയ്യും. ഈ കാര്യം കൂടി നമ്മുടെ യുവജന സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ക്രൈസ്തവ സമൂഹത്തിൻ്റെ സമീപനങ്ങളെയും ആഭിമുഖ്യങ്ങളെയും സഭയുടെ പ്രവർത്തന രീതികളെയും നിരന്തരം ശ്രദ്ധയോടെയും സംശയത്തോടെയുമാണ് ആധുനിക മാധ്യമ സംസ്കാരം ഉറ്റുനോക്കുന്നത്. വിശുദ്ധിയോടെയും വിശ്വസ്തയോടെയും വിനയത്തോടെയും ജീവിക്കുന്ന ഓരോ ക്രൈസ്തവൻ്റെയും ജീവിത സാക്ഷ്യം 3 രീതിയിലാവണം: പ്രതികരണം, പ്രതിഷേധം, പ്രസ്താവന. ദൈവം നൽകുന്ന ഏറ്റവും വലിയ ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി നിരന്തരം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിച്ച് കാത്തിരിക്കുവാൻ സാധിക്കട്ടെ.